സമ്പത്തല്ല, സമാധാനമാണ് മനുഷ്യജീവിതം സന്തോഷകരമാക്കുന്നത്. സ്നേഹവും കരുതലുമാണ് ഏറ്റവും വലിയ സമ്പത്ത്. തിരുത്താൻ കഴിയാത്ത തെറ്റുകളല്ല ആരെയും നശിപ്പിച്ചിട്ടുള്ളത്. തിരുത്താമായിരുന്നിട്ടും തിരുത്താൻ കൂട്ടാക്കാത്ത തെറ്റുകളാണ്. ബന്ധങ്ങൾ അത് എന്നേക്കുമായി നിലനിൽക്കുമെന്ന് നമ്മൾ കരുതുന്നു. എന്നാൽ വാസ്തവത്തിൽ മറ്റെല്ലാ കാര്യങ്ങളും പോലെ തന്നെ നമ്മൾ അതിനായി പ്രവർത്തിക്കുന്നിടത്തോളം മാത്രമാണ് അത് നിലനിൽക്കുന്നത്. നിങ്ങൾ മറ്റുള്ളവരെക്കാളും ഉയർന്നവനാണെന്നോ താഴ്ന്നവനാണെന്നോ കരുതരുത്. നിങ്ങൾ നിങ്ങളുടെ കഴിവുകളിൽ ഉറച്ചു വിശ്വസിക്കുക. എല്ലായ്പ്പോഴും വിനയം പാലിക്കുക. സകലരെയും സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു ജീവിതം ആർക്കും സാധ്യമല്ല. എന്നാൽ നിങ്ങൾക്ക് സ്വയം തൃപ്തി നൽകുന്ന കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുക എന്നത് സാധ്യമായ ഒരു കാര്യവുമാണ്. എല്ലാ വിഷമങ്ങളും ഉള്ളിലൊതുക്കി ചിരിക്കാൻ പഠിക്കണം. ആരെയും തളർത്താനല്ല, ആരൊക്കെ തളർത്തിയാലും ഈ ചിരി മായില്ല എന്ന് കാണിക്കാൻ. നിങ്ങളുടെ ബന്ധുക്കളെ ആശ്രയിക്കാൻ ഒരിക്കലും ധൈര്യപ്പെടരുത്. കാരണം മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നത് നിങ്ങളെ അവരുടെ ആശ്രിതനും ദുർബലനുമാക്കുന്നു. ഒരാൾക്ക് എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും അയാളുടെ എളിമയുള്ള സ്വഭാവം പലപ്പോഴും കുറവുകൾ ഇല്ലാതെയാക്കുന്നു. ജീവിതത്തിൽ എത്ര തോറ്റാലും അവസാനം നമ്മൾ വിജയിക്കുന്ന ഒരു നിമിഷം വരും. അതിന് നമ്മൾ പരിശ്രമം എന്ന് പറയും. നാട്ടുകാർ അതിനെ അവൻ്റെയൊക്കെ ഭാഗ്യം എന്ന് പറഞ്ഞ് നടക്കും. നമ്മുടെ ദേഷ്യത്തിന് ചിലപ്പോൾ മിനിറ്റുകൾ മാത്രമായിരിക്കും ആയുസ്. പക്ഷെ ദേഷ്യത്തിൽ പറയുന്ന വാക്കുകൾ, ചെയ്യുന്ന അബദ്ധങ്ങൾ, എടുക്കുന്ന തീരുമാനങ്ങൾ, ഇതിനൊക്കെ ഒരു ആയുസിൻ്റെ വലിപ്പം ഉണ്ടായി എന്ന് വരാം. ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണുന്നതിൻ്റെ ഒരേ ഒരു കാരണം അവർ എങ്ങനെ പെരുമാറിയാലും നിങ്ങൾ അവരുടെ കൂടെ കാണും എന്ന തോന്നലിലാണ്. അത് വെറും തോന്നൽ മാത്രമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തിയാൽ അവർ തനിയെ നിങ്ങളുടെ പുറകെ വരും. പ്രസന്നമായ ഒരു മനസ്സിന് മാത്രമേ ഊർജ്ജസ്വലത ഉണ്ടാവുകയുള്ളൂ. മനസ്സ് ഊർജ്ജസ്വലമാകുമ്പോൾ ചിന്തിക്കാനുള്ള കഴിവുണ്ടാകുന്നു. വെയിലില്ലായിരുന്നെങ്കിൽ തണലിന് മഹത്വം ഉണ്ടാവില്ല. ദാഹമില്ലായിരുന്നെങ്കിൽ ജലത്തിന് മഹത്വം ഉണ്ടാവില്ല. അതുപോലെയാണ് ജീവിതവും. ഓരോ സങ്കടങ്ങളും നമുക്ക് സമ്മാനിക്കുന്നത് വേദന മാത്രമല്ല, മുന്നോട്ട് ജീവിക്കാനുള്ള തിരിച്ചറിവുകൾ കൂടിയാണ്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ചിന്തകൾ പഴയ ഓർമ്മകളിലേക്ക് പോയേക്കാം. എന്നാൽ നിങ്ങൾ ഒരിക്കലും ഭൂതകാലത്തിൽ കുടുങ്ങിപ്പോകരുത്. പിടിവാശികൾ ജയിക്കുമ്പോൾ ബന്ധങ്ങൾ അകലുന്നു. വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ മനസ്സുകൾ അടുക്കുന്നു. അങ്ങനെ ആയിരിക്കണം ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന സ്നേഹബന്ധങ്ങൾ. സമ്പത്തിൻ്റെ പേരിലോ സൗന്ദര്യത്തിൻ്റെ പേരിലോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞോ നമ്മളെ തരം താഴ്ത്തുന്നവരുമായുള്ള സൗഹൃദം ഒഴിവാക്കുക. സാഹചര്യങ്ങൾ ഏറ്റവും മികച്ചതാകുന്നത് വരെ കാത്തിരിക്കരുത്. ഇപ്പോൾ തന്നെ തുടങ്ങുക. സാഹചര്യങ്ങൾ കാലക്രമേണ മികച്ചതായി തീരുന്നതാണ്. നിങ്ങളുടെ ഏറ്റവും മികച്ചത് കണ്ടെത്താൻ സാധിക്കുകയും നിങ്ങളെ ശക്തമാക്കുകയും ചെയ്യുന്ന വ്യക്തികളെ എപ്പോഴും ചേർത്തു നിർത്തുക. നമ്മളെ മനസ്സിലാക്കാത്തവരുടെ മുന്നിൽ ഒരിക്കലും കരയരുത്. കാരണം അവർ നമ്മളെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമ്മുടെ കണ്ണുകൾ ഒരിക്കലും നിറയില്ലായിരുന്നു. ജീവിതം ആരുടെയും മുന്നിൽ തോൽക്കുവാൻ ഉള്ളതല്ല, വിജയിച്ചു കാണിക്കുവാൻ ഉള്ളതാണ്. പ്രത്യേകിച്ച് നമ്മെ വെറുക്കുന്ന ആളുകൾക്ക് മുന്നിൽ. സ്നേഹമുണ്ടെന്ന് തോന്നിപ്പിക്കാൻ ആർക്കും കഴിയും. പക്ഷേ നമ്മുടെ മനസ്സ് നോവുമ്പോൾ ആർക്ക് നോവുന്നുവോ അവരാണ് നമ്മളെ ശരിക്കും സ്നേഹിക്കുന്നത്. പരസ്പരം സംസാരമില്ലെങ്കിൽ ഒരു ബന്ധവുമില്ല. പരസ്പരം ബഹുമാനമില്ലെങ്കിൽ അവിടെ സ്നേഹവുമില്ല. പരസ്പര വിശ്വാസമില്ലെങ്കിൽ ആ ബന്ധം തുടരുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഒരു വ്യക്തിയോട് നമ്മൾ ക്ഷമിക്കുമ്പോൾ അവർ ചെയ്തതെല്ലാം മറന്നു എന്ന് അർത്ഥമില്ല. ക്ഷമിക്കുക എന്നത് നമ്മുടെ കടമയാണ്. ഓർത്തു വയ്ക്കുക എന്നത് നമ്മുടെ മുൻകരുതലും. ജീവിതത്തിൽ നമ്മളെ എല്ലായ്പ്പോഴും കുറ്റപ്പെടുത്തുന്നവരുടെ മുൻപിൽ ശരികൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ശരികൾക്ക് മുന്നിലും അവർ കുറ്റം കണ്ടെത്തും. നാം തളരുമ്പോൾ നമ്മെ ചേർത്ത് പിടിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ നമ്മോട് സ്നേഹമുള്ളവർ. ബാക്കി എല്ലാവരും അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രമാണ് നമ്മെ കാണുന്നത്. ഒന്ന് വീണുപോയാൽ എഴുന്നേൽപ്പിക്കാൻ നിങ്ങൾ കൂട്ടിവെച്ച സമ്പത്തിനാകില്ല. അതിനൊരു കൈത്താങ്ങ് തന്നെ വേണം. ഓർക്കുക,
സമ്പത്തിനേക്കാൾ മൂല്യം എന്നും മനുഷ്യബന്ധങ്ങൾക്ക് തന്നെയാണ്.